പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് കുറച്ച് യഹൂദ പ്രമാണികൾ ചെന്നിട്ട് ഈശോയോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ശതാധിപന്റെ വൃദ്ധൻ, അവൻ അസുഖബാധിതനായി കിടക്കുകയാണ്. അങ്ങ് ചെന്ന് അവനെ ഒന്ന് സുഖപ്പെടുത്തണം. അവരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഈശോ വലിയൊരു ജനക്കൂട്ടത്തോടൊപ്പം ശതാധിപന്റെ ഭവനത്തിലേക്ക് യാത്രയായി. ശതാധിപന്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ ഇറങ്ങി വന്ന് യേശുവിനെ അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി, എൻ്റെ വൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. ഒരുവനോട് വരിക എന്ന് പറയുവൻ വരുന്നു, പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു. ഈശോ അത്ഭുതപ്പെട്ട് ആശ്ചര്യത്തോടെ ചുറ്റും നിന്ന ജനത്തെ നോക്കി പറയുകയാണ്, ഇസ്രായേലിൽ ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേലിൽ ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതെല്ലാം ഈശോ ദിവ്യകാരുണ്യത്തിൽ വെച്ച് നമുക്ക് നൽകുകയാണ്. പലതരം വേണ്ടി വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ അടുത്ത് വന്ന് യഹൂദ പ്രമാണികൾ ഈശോയുടെ അടുത്തൊരു സഹായം ചോദിക്കുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ നമ്മൾ കാത്തിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ചില അനുഗ്രഹങ്ങൾ, അവിടുത്തെ കൃപകൾ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ ക്ഷമ, സൗഖ്യം, വിടുതല്, വിമോചനം, ഒക്കെ ഒത്തിരി ഒത്തിരി നീണ്ട ലിസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, കയ്യിൽ മുറുകെ പിടിച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈശോ ഇപ്പോൾ ആഗ്രഹിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ ഒന്ന് മാറ്റിവെച്ച് ലോകത്തിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കാം. നമുക്കറിയാം, വലിയൊരു മഹാമാരിയിലൂടെ ലോകം കടന്നു പോവുകയാണ്. അനേകർ ഭീതിയിലാണ്. ചിലർ വലിയ നിരാശയിൽ അടിപ്പെട്ടു പോയി. ചിലർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു. ജീവിതത്തെ ഒന്നും സ്നേഹിക്കാൻ പോലും പറ്റാത്ത വിധം മനസ്സ് തകർന്നു. അവർ നോക്കുമ്പോൾ മുമ്പിൽ ജെറിക്കോ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നൈറ്റ് വിജയ ശുശ്രൂഷയിൽ ഇരുന്നു കൊണ്ട് അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം പ്രവർത്തിക്കും. നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ 2 കരങ്ങളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ലോകത്തിന്റെ നിലവിളി നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അനേകർ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ഒത്തിരി മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു, ജീവൻ ഉപാധികൾ നഷ്ടപ്പെട്ടു, വരുമാന മാർഗം അടഞ്ഞുപോയിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പിടിച്ചു കയറണമെന്ന് അറിയാതെ ഭയം നിൽക്കുന്നവർ ഏറെയാണ്. ഒത്തിരി പേര് ഇപ്പോൾ രോഗാവസ്ഥയിലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ടാകാം, വിദേശത്തായിരിക്കാം, സ്വദേശത്തായിരിക്കാം. അവർ ഒരുപക്ഷെ മാരകമായ രോഗങ്ങൾക്കോ ചില പ്രതിസന്ധികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി യേശുവിന്റെ സന്നിധിയിൽ നമ്മളൊന്ന് നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആദരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച്, യേശുവേ എന്നൊന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ നിന്റെ ജനത്തെ സൗഖ്യപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരം നീട്ടണമേ
യേശുവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ റോസറി വാറിലൂടെയാണ് ഈ ദിനങ്ങളിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ശാലോമിന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ, ഈ റോസറി വാറിനെ കുറിച്ച് അറിഞ്ഞവർ, ഇപ്പോൾ ഈ നൈറ്റ് വിജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, നമ്മളെല്ലാവരും വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്ന് ചേർന്നിരിക്കുക. അനേക ലക്ഷം ജപമാലകൾ അർപ്പിച്ചുകൊണ്ട് സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത് സംജാതമാകുവാൻ, നമ്മുടെ നാട്ടിന് വലിയൊരു മാറ്റമുണ്ടാകുവാൻ, ദേശത്ത് വലിയൊരു വ്യതിയാനമുണ്ടാകുവാൻ, ലോകത്തിൽ ദൈവത്തിന്റെ കരുണ കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ജപമാല വാറിലൂടെ, ഈ ജപമാല യുദ്ധത്തിലൂടെ നമ്മളെല്ലാവരും ദൈവത്തിന്റെ വീരയോദ്ധാക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ജപമാല. സാത്താനെ പരാജയപ്പെടുത്തിയ ആയുധം. അതെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ കരങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് സഭയെ സമർപ്പിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാനവകുലത്തിൽ വലിയൊരു മധ്യാനം ഉണ്ടാവണം. ജപമാലയിലൂടെ അത്ഭുത ശക്തി ലോകത്തിൽ വ്യാപരിക്കണം. ദൈവത്തിന്റെ ശക്തി ഈ ജപമാലയിലൂടെ ഈ ഭൂലോകത്ത് വെളിപ്പെടുന്ന ഈ നാളുകളിൽ കൂടുതൽ തീക്ഷണതയോടെ, കൂടുതൽ ഉണർവോടെ, കൂടുതൽ സമർപ്പണത്തോടെ, കൂടുതൽ ത്യാഗങ്ങൾ ഏറ്റെടുത്ത്, കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ ദൈവം നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തിയ നാളുകളെ ഓർത്ത്, ദൈവം പ്രവർത്തിക്കുന്ന ദിനങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഈശോയേ, ഈശോയേ, ആരാധിക്കുന്ന കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ അടിച്ചുകൊണ്ടൊന്ന് പാടാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവരാജ്യം വളർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവരാജ്യം വളർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയമുള്ളവരെ, നമുക്കേറെ സ്നേഹത്തോടെ ഷാലോം മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ സുവിശേഷം കൊടുക്കുവാൻ, നവമാധ്യങ്ങളിലൂടെ ലോകത്തിൻ്റെ അതിർത്തികളോളം യേശുവിൻ്റെ വചനമെത്തിച്ച് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പണിതുയർത്തിയ ഷാലോം മിനിസ്ട്രിയെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. അതിന് നേതൃത്വം വഹിക്കുന്നവരെ നമുക്ക് സമർപ്പിക്കാം. ശുശ്രൂഷകരെ ദൈവകരങ്ങളിൽ കൊടുക്കാം. ഷാലോം ടെലിവിഷനെയും ഷാലോം മാഗസിനെയും സൺഡേ ഷാലോമിനെയും ആധുനിക നവമാധ്യമങ്ങളിലൂടെയുള്ള എല്ലാ സുവിശേഷ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നവീകരിക്കപ്പെട്ട ഒരു അഭിഷേകം, പുതിയൊരു അഭിഷേകം, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം മിനിസ്ട്രിയിൽ നിറയുവാൻ, നേതൃത്വത്തിൽ നിറയുവാൻ, ചേർന്ന് നിൽക്കുന്നവരെ നിറയുവാൻ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയെ ഏറെ സ്നേഹിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട്. ഷാലോം ഫീസ് ഫെലോഷിപ്പിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. അവരുടെ നിയോഗങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ നമുക്കൊന്ന് ചേർത്ത് വെക്കാം. അതെ, സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുവാൻ അവൻ ഇറങ്ങി വരിക സ്വർഗത്തിൽ നിന്ന്. ഈ ശുശ്രൂഷയിലൂടെ നിന്റെ കുടുംബത്തിലേക്ക്, നീ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് യേശു കടന്നു വരികയാണ്. അവരുടെ നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. എല്ലാ ഏജന്റുമാരെയും നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ അനേക ഭവനങ്ങളിൽ എത്തിക്കുന്ന DTH കേബിൾ നെറ്റ്വർക്കുകളിലെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയോ പേരുടെ പ്രാർത്ഥനയാണ്, എത്രയോ പേരുടെ പങ്കുവെക്കലാണ്, ചേർന്ന് നിൽക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നത്. ചേർന്ന് നിൽക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഓർക്കാം, അവരുടെ നിയോഗങ്ങളെ ഓർക്കാം. ഈ നൈറ്റ് വിജിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ച അനേക വ്യക്തികളുണ്ട്. മെയിലിലൂടെ, ഫോണിലൂടെ, കത്തുകളിലൂടെ അവരെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവേ, നീ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെടണം. കർത്താവേ, നീ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണം. നമ്മുടെ കരങ്ങൾ വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. യേശുവേ, അവിടുന്ന് ഇടപെടണമേ. കർത്താവേ, അവിടുന്ന് വൈകരുതേ. ദൈവമേ, അവിടുന്ന് വൈകരുതേ. അവിടുന്ന് സ്വർഗം ചായച്ചു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരമരുളണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാ ഈശോ നമ്മുടെ അടുത്തേക്ക് കടന്നു വരിക. നമ്മൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ശ്രമിച്ചതുപോലെ നമുക്കാവശ്യമായതൊഴിൽ എല്ലാം ഒരുക്കിയ കർത്താവ്, നമ്മുടെ ഉറപ്പേറിയ പാറയായ കർത്താവ്, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം ഇന്നൊരത്ഭുതം പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. ഏറ്റവും ഭയഭക്തി ആദരവോടെ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ ഉചിതമാവണ്ണം നമുക്ക് സ്വീകരിക്കാം.